വളയാർ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതി ചേർത്ത് CBI കുറ്റപത്രം. മാതാപിതാക്കൾക്കെതിരെ ബലാത്സംഗ പ്രേരണ കുറ്റം ചുമത്തി. പീഡന വിവരം മറച്ചുവെച്ചുവെന്നും എറണാകുളം CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഉമേഷ് ചേരുന്നു. ഉമേഷ്, സുപ്രധാനമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ പീഡനം മാതാപിതാക്കൾ മറച്ചുവെച്ചു എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. ഷമ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വാളയാർ പീഡന കേസിൽ നേരത്തെ അത് കുറ്റപത്രം സമർപ്പിച്ചതാണ്. ഇപ്പോൾ CBI അനുബന്ധ കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ ഈ മരിച്ച ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കൂടി CBI പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബലാത്സംഗ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പോക്സോ IPC നിയമങ്ങൾ അനുസരിച്ചാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. എറണാകുളം CBI കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2017 ജനുവരി 7-നാണ് ഈ അട്ടപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ വീട്ടിൽ 13 വയസ്സുകാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2017 മാർച്ചിൽ ഇതേ വീട്ടിൽ തന്നെ സഹോദരിയായ 9 വയസ്സുകാരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് മാർച്ച് 6-ന് 2017 നടന്ന മാർച്ച് 6-ന് പാലക്കാട് അന്നത്തെ പാലക്കാട് SP ആയിരുന്ന G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. അന്ന് മാർച്ച് 12-നാണ് ഈ കുട്ടികൾ പീഡനത്തിനിരയായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. പിന്നീട് ഇത് ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പിന്നീട് 2019 ഒക്ടോബർ 9-ന് കേസിൽ ആദ്യ വിധി വരികയും ചെയ്തു. ഈ കേസിലെ മൂന്നാം പ്രതിയായ ചേർത്തല സ്വദേശി പ്രദീപ് കുമാറിനെ തെളിവുകളുടെ അഭാവത്തിൽ അന്ന് വെറുതെ വിടുകയായിരുന്നു. ഒക്ടോബർ 25-ന് പ്രതികളായ V മധു, M മധു, ഷിബു എന്നിവരെയും അന്ന് കോടതി വെറുതെ വിട്ടിരുന്നു. പിന്നീട് ഈ CBI ആണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. നേരത്തെ ഉണ്ടായിരുന്നവർ തന്നെ ഇതിൽ പ്രതികളായിരുന്നു. പിന്നീട് വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഇവർക്ക് കൂടി ഇതിൽ ഈ പീഡന വിവരം ഇവർ നേരത്തെ അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നത് CBI കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കൂടി ഇപ്പോൾ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എറണാകുളം CBI കോടതിയിലാണ് ഈ കേസിൽ ഇപ്പോൾ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.